സാധനങ്ങളുടെ വില 100 രൂപയിൽ കണക്ക് കൂട്ടി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഓർക്കുന്നുണ്ടോ? ഈ അടുത്ത കാലം വരെ മാങ്ങയും ആപ്പിളും ഓറഞ്ചും ഉള്ളിയും തക്കാളിയും എല്ലാം വിറ്റിരുന്നത് കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ 100 രൂപയ്ക്ക് ഇത്ര കിലോ എന്നതിലേക്ക് കാര്യങ്ങൾ പതുക്കെ മാറിയിരിക്കുകയാണ്. കിലോയ്ക്ക് 10 എന്നോ 2 കിലോയ്ക്ക് 10 എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾ വിറ്റിരുന്ന കാലം ഈ വീഡിയോ കാണുന്ന പലരുടെയും ഓർമ്മയിൽ കാണും. എന്നാൽ ഇപ്പോ ആ 10 100-ലെത്തിയിരിക്കുന്നു എന്നത് നമ്മുടെ നാടും ഇവിടുത്തെ ജീവിത ചെലവും എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. എവിടെ മുതൽക്കാണ് നമ്മുടെ രൂപയുടെ മൂല്യം ഇങ്ങനെ കുറയാൻ തുടങ്ങിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിന്റെ യഥാർത്ഥ കാരണം? രൂപയുടെ മൂല്യശോഷണത്തിന് പിറകെ നമുക്കൊന്ന് പോയി നോക്കിയാലോ. പണ്ടൊക്കെ എന്ത് ഒരു സാധനം നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ കടയിലേക്കോ ഒക്കെ വാങ്ങുകയാണെങ്കിലും ഒരു കിലോയ്ക്ക് ഇത്ര, അല്ലെങ്കിൽ ഒരു കിൻഡലിന് ഇത്ര, അല്ലെങ്കിൽ ഒരു ചാക്കിന് ഇത്ര എന്നൊക്കെ പറഞ്ഞായിരുന്നു വാങ്ങിയിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം മാറി. ഇപ്പോൾ എത്ര കിട്ടി ഒരു 100 രൂപയിൽ പോയിട്ടുണ്ടെങ്കിൽ 1-2 സാധനം വാങ്ങിയിട്ട് വരാമെന്നല്ലാതെ പലവ്യഞ്ജനങ്ങളിൽ എല്ലാം ഭീമമായി കൂടിയതിന് കാരണം ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു 40 വർഷം 50 വർഷം മുന്നേ ഒക്കെ വെച്ചാൽ ഒരു കരിമ്പിന് 5 റുപ്യ 2 റുപ്യൊക്കെ വില വരുള്ളൂ. ഒരു കരിമ്പിന് 70 റുപ്യ 60 റുപ്യ വില വരും. 20 പൈസ ഉണ്ടെങ്കിൽ ഒരു ചായ ഒരു കടിയും കുടിക്കുക. ഇന്നിപ്പോൾ ഒരു ചായയും കുടിക്കുക ഒരു കടിയും കുടിക്കുകയാണെങ്കിൽ 25 റുപ്യ വേണം. കാരണം വിലക്കയറ്റാണ്, എല്ലാത്തിനും വിലക്കയറ്റാണ്. പഴയ മൈലയില്ല, ഇപ്പോൾ എല്ലാത്തിനും വിലക്കയറ്റാണ്. ഉള്ളി മുതൽ പെട്രോൾ വരെ വളരെയധികം വിലക്കയറ്റാണ്. രാവിലെ 8 മണിക്ക് മുതൽ ജോലി ചെയ്താൽ 5 മണി വരെ പണിയെടുത്ത 18 റുപ്യാണ് കൂലി കിട്ടുക. മീൻ വാങ്ങിക്കുക അന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് തിന്നാൻ കിട്ടും. ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് വന്നാൽ 5-5 ആകുമ്പോഴത്തേന് 700-800 ആവറേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പൈസ എന്താ ചെയ്യില്ല, വീട്ടിലൊക്കെ ഇപ്പോൾ ബേക്കറി മീനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേന് 100 രൂപ പോലും ഉണ്ടാവില്ല. പിറ്റന്നാൾ രാവിലെ കടം വാങ്ങി വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ന് 10 രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ഒരു സിഗരറ്റിന് കൊടുക്കണം 10 രൂപ. 1000 രൂപ കിട്ടിയാലും ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കാലഘട്ടമാകുമ്പോൾ എത്ര പൈസ കിട്ടിയാലും വെള്ളത്തിൽ ഉപ്പ് കലക്കുന്ന മാതിരിയാണ്. മിച്ചം വെക്കാൻ ഇന്നത്തെ ആളുകൾക്ക് കഴിയുന്നില്ല. ഒരു 10 രൂപ മിച്ചം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങാന്നുള്ള ഇതിലേക്ക് ഇപ്പോൾ വെക്കാൻ കഴിയൂല. അത്രയും സാധനത്തിന് ഭയങ്കര വിലയാണ്. ഒരു 1980 വർഷങ്ങളിൽ 2000-അടുത്തുള്ള എമൗണ്ട് മാത്രം കൊടുത്തിട്ടാണ് ഒരു പവൻ വാങ്ങിയത്. അതേ അവസരത്തിൽ ഇപ്പം കൊടുക്കുമ്പോൾ 47,000 46,000 രൂപ കൊടുക്കേണ്ടതായുള്ള സാഹചര്യം. ഇതൊക്കെ വളരെ മൂല്യച്യുതി വന്നതായുള്ള സംഗതിയാണ് നമ്മുടെ സാമ്പത്തിക രംഗത്ത്. ഇന്നിപ്പോൾ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്ന അടിസ്ഥാന മീറ്ററായി 100 രൂപ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വരും കാലങ്ങളിൽ 200-ഓ 300-ഓ ഒരുപക്ഷെ 1000 രൂപ വരെയുമാകാം. നമുക്കിന്ന് കാണാൻ കഴിയുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ട് പണത്തിന്റെ മൂല്യം ക്രമമായി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാത്തതിന് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ പണത്തിന്റെ അളവ് എന്ന് പറയുന്ന ഒരു സാധനം, നോമിനൽ വാല്യൂ ഓഫ് മണി, അത് ചെറിയ 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 രീതിയിൽ കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മളെ കയ്യിൽ കാശ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനാനുപാതികമായി നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ സാധനങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. പുതുതലമുറ കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വിദേശത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും നമുക്കറിയാം. ഓരോ ദിവസവും താഴോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ അതിജീവനം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത് തന്നെയാണ് ഈ കുത്തൊഴുക്കിന്റെ പ്രധാന കാരണം. നമ്മുടെ നാടിനെ ജീവിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റുന്നതിൽ നമ്മുടെ കറൻസിയുടെ മൂല്യത്തിനും അതിന്റെ സ്ഥിരതയ്ക്കും വലിയൊരു പങ്കുണ്ട്. അത് ഉറപ്പുവരുത്താൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് കഴിയണം.